നിറഞ്ഞ സദസ്സിൽ രണ്ട് തോളും പൊക്കി വി.എസ്. വേദിയിൽ നിൽക്കുന്നത് ഒരു അരങ്ങായിരുന്നു. നീട്ടിയും കുറുക്കിയും പരിഹാസം വാരിവിതറിയും കത്തിക്കയറുമ്പോൾ ഉയർന്ന കയ്യടികളും ആർപ്പുവിളികളും എത്രയോ നാൾ സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ തന്നെ കൊടിയടയാളമായി മാറി. വിമർശനങ്ങൾക്ക് ഉരുളക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുത്തു. വി.എസിന് പ്രായം കൂടുംതോറും ആ സ്വരം പാർട്ടിയെ വളർത്തുകയും ജനകീയമാക്കുകയും ചെയ്തു. വി.എസിന്റെ പ്രസംഗം കേൾക്കാൻ ഏത് മുക്കിലും മൂലയിലും രാഷ്ട്രീയ ഭേദമന്യേ ആളുകൾ തടിച്ചുകൂടി. കർഷക തൊഴിലാളികളെ പിടിച്ചിരുത്താൻ വി.എസ്. തുടങ്ങിവെച്ച ശൈലിയാണ് പിന്നീട് വൻ ഹിറ്റായി മാറിയത്. രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കത്തിൽ വേറൊരു രൂപത്തിലായിരുന്നു സംസാരം. എന്നാൽ തൊഴിലാളികളെ പിടിച്ചിരുത്താൻ തുടങ്ങിവെച്ച ശൈലി പിന്നെ ശീലമായി മാറി. എതിരാളികളെ കുറുക്കിക്കൊള്ളുന്ന രീതിയിൽ പരിഹസിച്ചും തിരുത്തിയും ഇരുത്തിയും ആ പ്രസംഗം കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ ഉറച്ച സ്വരമായി. ഇതിനായി പുരാണ കഥാപാത്രങ്ങളെ കൂട്ടുപിടിക്കും, ചിലപ്പോൾ വേദപുസ്തകങ്ങളാകും കൂട്ട്. ഇതെല്ലാം സമകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളുമായി കൂട്ടിയിണക്കുന്നതോടെ കേൾവിക്കാർ ആർത്തു വിളിച്ചു. കർക്കശക്കാരനായ ഒരു കമ്മ്യൂണിസ്റ്റിൽ നിന്ന് ജനകീയനായ ഒരു നേതാവിലേക്കുള്ള വി.എസിന്റെ വളർച്ചയ്ക്കും പരിണാമത്തിനും ഈ ശൈലി ഏറെ ഗുണം ചെയ്തിട്ടുണ്ട്. പ്രസംഗത്തിൽ എപ്പോഴും മുൻതൂക്കം ജനകീയ വിഷയങ്ങൾക്ക് തന്നെ. പാവപ്പെട്ടവരുടെ ജീവിത പ്രശ്നങ്ങൾ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നർമ്മം കലർത്തി അവതരിപ്പിച്ച് അവരിൽ ഒരാളായി മാറുകയായിരുന്നു വി.എസ്. അഴിമതിക്കാർക്കും സ്ത്രീ വിരുദ്ധർക്കും സാമൂഹിക ദ്രോഹികൾക്കുമെതിരെ ആ സ്വരം പതിഞ്ഞും നീട്ടിയും കുറുകിയും ഒരു അരിവാളായി മാറി. അസംഖ്യം രാഷ്ട്രീയ മുഹൂർത്തങ്ങളിലൂടെ കടന്നുപോയ വി.എസിന്റെ പ്രസംഗത്തിൻ്റെ അലിയൊലികൾ ഇപ്പോഴും അവസാനിക്കുന്നില്ല. അനാരോഗ്യത്തെ തുടർന്ന് പൊതുജീവിതത്തിൽ നിന്ന് പിൻവാങ്ങുന്നതുവരെ ആ പ്രഭാഷണ ചാതുര്യം വേദികളെയും ജനമനസ്സുകളെയും കീഴടക്കി.